എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് സ്വാദിഷ്ടമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അസ്ത്രമാണ് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് അസ്ത്രം തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിൻ്റെ പേരറിയാമെന്ന് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അതിലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അസ്ത്രം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അസ്ത്രം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ചേന വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നല്ലവണ്ണം കഴുകി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ ചിരകിയെടുത്തതും 10 ചെറിയ ഉള്ളി, കുറച്ച് നല്ല ജീരകം, അതായത് കുമിൻ സീഡ്സും കൂടി നമുക്കൊന്ന് അരച്ച് പേസ്റ്റാക്കി വയ്ക്കണം. പിന്നെ വേണ്ടത് 1 കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത 1 കപ്പ് തൈരാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ചേന കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ചേന ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അങ്ങനെ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ചേനയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയും ജീരകവും ഉള്ളിയും കൂടി അരച്ച് അരപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കുക. ഈ സമയത്ത് ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇടുവാണ്. ഇപ്പോൾ കറി നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക്, ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും താളിച്ചിടാം. മോര് കാച്ചിയതിനകത്ത് നമ്മൾ ഇഞ്ചിയും അതുപോലെ ഉലുവയും ഒക്കെ ഇടും. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അസ്ത്രം റെഡി ആയിട്ടുണ്ട്. ചോറിന് കൂട്ടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.